ഉൾപ്പെടെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് അടുത്തതായി വാർത്താസന്ധ്യയിൽ. സർക്കാരിന്റെ ലൈസൻസോടുകൂടി കാർ വാടകയ്ക്ക് നൽകുന്ന സംവിധാനം സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ്. ചെറിയ കാർ മുതൽ ആഡംബര കാർ വരെ ഇത്തരത്തിൽ വാടകയ്ക്ക് കിട്ടും. 600 രൂപയാണ് കുറഞ്ഞ പ്രതിദിന വാടക. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഡ്രൈവറുടെ ശല്യമില്ലാതെ ഇഷ്ടമുള്ളിടത്തേക്ക് സ്വന്തമായി കാർ ഓടിച്ചു പോകാം. AVSന് പിന്നാലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ്കാർസ് എന്ന കമ്പനി കൂടി റെന്റ് കാർ സേവനം ആരംഭിക്കുകയാണ്. ചെറുകാർ മുതൽ മെഴ്സിഡസ് ബെൻസ്, ജാഗ്വാർ, ഔഡി തുടങ്ങിയ ആഡംബര വാഹനങ്ങളും ട്രാൻസ്കാർസ് കാപ് ശ്രേണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാരുതി വാഗണർ പോലുള്ള ചെറുകാറുകൾക്ക് 600 രൂപയാണ് പ്രതിദിന വാടക. എന്നാൽ ബെൻസ് എസ് ക്ലാസ്സിലെത്തുമ്പോൾ വാടക 20,000 രൂപയായി ഉയരും. 5% GST നൽകണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഒരു ഓഫീസ് ഉണ്ടാവും. ഇപ്പോൾ NRI കസ്റ്റമേഴ്സ് എയർപോർട്ടിൽ, ഉദാഹരണം കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്ന കസ്റ്റമർക്ക് അവർക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് ഡിപ്പാർച്ചറെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെ കൊച്ചി എയർപോർട്ട് കൗണ്ടറിൽ നിന്ന് തന്നെ കാർ കളക്ട് ചെയ്ത് തിരുവനന്തപുരം എയർപോർട്ടിൽ അത് കളക്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫ് വന്ന് കളക്ട് ചെയ്ത് ഇവർക്ക് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ബാക്കപ്പ് അറേഞ്ച്മെന്റുകൾ ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പിനൊപ്പം ID കാർഡിന്റെ അറ്റസ്റ്റഡ് കോപ്പിയും റെന്റ് അഗ്രിമെന്റും ഒപ്പുവെച്ചാൽ കാർ വാടകയ്ക്ക് ലഭിക്കും. 100 കിലോമീറ്ററാണ് ഒരു ദിവസം ഓടിക്കാവുന്ന പരമാവധി ദൂരം. ഇതിന് പുറമെയുള്ള ഓരോ കിലോമീറ്ററിനും അധിക തുക നൽകേണ്ടി വരും. റെന്റ് കാർ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി കറുപ്പിൽ മഞ്ഞ അക്കങ്ങളോടെയായിരിക്കും കാറുകളുടെ നമ്പർ പ്ലേറ്റ്. കാറുകളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമായി GPS അടക്കമുള്ള സംവിധാനങ്ങളും റെന്റ് കാർ കമ്പനികൾ ഓരോ കാറിലും സജ്ജമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.